നല്ല മധുരമുള്ള ഒരു പ്രത്യേക തരം ധർമ്മരസഗുള ഉണ്ടാക്കി ഹൈന്ദവരെ ഊട്ടിയാണ് വിദ്വാൻമാർ അവരെ നാണ്യമൃഗങ്ങളാക്കുന്നത്. ആത്മാർത്ഥതയില്ല. ഇന്നീ പോങ്ങന്റെ നാവ് പൊഴിക്കുന്ന വാക്കുകളൊന്നും പാഴാവാതെ കാതേറ്റുന്നവർക്ക് ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിക്കാത്ത തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായിരിക്കും. ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു വാക്ക് പോലും പാഴാക്കരുത്. വെറുതെ പറയല്ല, വളരെ ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഇവിടെ നിന്ന് സംഭവിച്ചിരിക്കും, ലഭിച്ചിരിക്കും. അപ്പൊ പോങ്ങൻ പറയട്ടെ, എത്രത്തോളം വ്യക്തിഗത നന്മയുണ്ട് എങ്കിലും കഴിവും കാര്യപ്രാപ്തിയും കർമ്മകുശലതയും അർപ്പിതബോധവും ആത്മാർത്ഥതയും ജനസേവന ത്വരയുമൊക്കെ അത്രത്തോളം പേറുന്നുണ്ടെങ്കിലും വിശേഷമില്ല. ഒന്നും സമൂഹത്തിന് ഉപകരിക്കുന്ന വിധം പ്രയോജനപ്പെടുത്താൻ നമ്മുടെ സംവിധാനങ്ങൾ, സർക്കാർ ഉദ്യോഗസ്ഥരെ പലപ്പോഴും അത്ര കണ്ട് അനുവദിക്കാറില്ല. രാഷ്ട്രീയക്കാരുടെ സ്ഥാപിത താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്ന പിണിയാളന്മാരായി പ്രവർത്തിക്കാൻ തയ്യാറാവാതെ ആദർശധീരതയോടെയും സത്യബുദ്ധിയോടെയും നിസ്വാർത്ഥമായിട്ടുള്ള സേവന തൽപരതയോടെയും സമൂഹത്തെ സേവിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അനീതികൾക്കും അധിക്ഷേപങ്ങൾക്കും അതിനൊക്കെ മാത്രമേ അവർ ഇരപ്പെടാനിടയുള്ളൂ എന്ന് പറയുന്ന ഒരു സാധ്യതയായി, സംശയമായി അല്ല അത് പറയേണ്ടത്, ഇരപ്പെടുകയുള്ളൂ. ശ്രീമാന്മാരായിട്ടുള്ള പ്രശാന്ത് നായർ IAS, ഡോക്ടർ ഹാരിസ് ചിറക്കൽ എന്നിവർ പുതിയ ഉദാഹരണങ്ങളാണ് എങ്കിൽ TP സെൻകുമാർ, ജേക്കബ് തോമസ് എന്നീ ശ്രീമാന്മാരെ അല്പം പഴക്കം ചെന്ന ഉദാഹരണങ്ങളായി നമുക്ക് ഗണിക്കാം. നവീൻ ബാബുവിനെ പോലെ ഉദാഹരണമാകാൻ അല്പം പോലും മിച്ചമില്ലാതെ പോയ എത്രയോ ഉദ്യോഗസ്ഥർ ഇവിടെ ഉണ്ടായിട്ടുണ്ടാവും. നവമാധ്യമ കാലമായതുകൊണ്ടാണല്ലോ നമ്മൾ നവീൻ ബാബുമാരെയൊക്കെ അറിയുന്നത്. സാമൂഹ്യ മാധ്യമങ്ങൾ ശക്തമായി നിൽക്കുന്നത് കൊണ്ടല്ലേ നവീൻ ബാബു ഇത്ര നേരമെങ്കിലും നമ്മളുടെ ഓർമ്മയിൽ അങ്ങനെ തങ്ങി നിന്നത്, അല്ലേ? ഇവരൊക്കെ ഉദാഹരണങ്ങളാകുന്നത് സമൂഹത്തിന് മുന്നിലല്ല, അവരുടെ സഹപ്രവർത്തകർക്ക് മുന്നിലാണ്, അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മുന്നിലാണ്. പിണിയാളന്മാരാവാതെ സ്വന്തം ആദർശത്തിലും സാമൂഹ്യ സേവന തൽപരതയിലും അഭിരമിച്ച് ആളുകളിക്കാനാണ് ഭാവമെങ്കിൽ അതിജീവനം മുട്ടുമെന്ന ബോധ്യം പകരുന്ന നല്ല രസ്യൻ ഉദാഹരണങ്ങൾ. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ആ ഉദാഹരണ വ്യക്തിത്വങ്ങളൊക്കെ അനുഭവിച്ചതും അനുഭവിക്കുന്നതും അനുഭവിക്കാനിരിക്കുന്നതുമായിട്ടുള്ള അനീതികളോട് നമ്മുടെ സമൂഹം എങ്ങനെയാണ് പ്രതികരിച്ചതെന്നും നമ്മൾ തീർച്ചയായിട്ടും ഓർക്കണം. അവരുടെയൊക്കെ കുടുംബക്കാരല്ലാതെ കൂട്ടുകാർ പോലും ആത്മാർത്ഥമായി അവർക്കൊപ്പം ഉണ്ട് എന്ന് തോന്നുന്നില്ല. പിന്നല്ലേ നാട്ടുകാർ, അല്ലേ? സമൂഹം അവർക്കു വേണ്ടി അവർക്കൊപ്പം നിന്നുകൊണ്ട് ഈ സംവിധാനങ്ങളോട് ഒട്ടും തന്നെ കലഹിച്ചിട്ടേയില്ല. പ്രബുദ്ധ കേരളത്തിലെ പൗരസമൂഹം ആദർശ ബുദ്ധിയുള്ളവരെ വിളിക്കുന്നത് കിഴങ്ങന്മാരാണെന്നാണ് പോങ്ങന്റെ ഒരു വിചാരം. ജീവിക്കാൻ അറിയാത്ത വിഡ്ഢികളായിട്ടാണ് സദ്ബുദ്ധിയുള്ള ഉദ്യോഗസ്ഥരെയും മനുഷ്യരെയും ഒക്കെ നമ്മുടെ സമൂഹം കാണുന്നത്. നവീൻ ബാബുവിനൊന്നും കേരളത്തിൽ ജീവിക്കാനുള്ള മിടുക്കില്ലാതെ പോയെന്ന അഭിപ്രായമാവും പ്രബുദ്ധ കേരളത്തിനുണ്ടാവുക എന്ന് പറയുന്ന ഒരു പക്ഷം പോങ്ങന് കൃത്യമായിട്ടുമുണ്ട്. ഭാര്യയ്ക്ക് വൈധവ്യവും മക്കൾക്ക് അച്ഛനില്ലായ്മയും ഒക്കെ നൽകാമെന്നല്ലാതെ സ്വന്തം ആദർശശുദ്ധി കൊണ്ടും സേവന തൽപരത കൊണ്ടും മറ്റ് യാതൊരു പ്രയോജനവുമില്ലെന്ന ചിന്ത നമ്മുടെ സർക്കാർ ജീവനക്കാരിൽ പകരാൻ മാത്രമല്ലേ നവീൻ ബാബു ഇനി അങ്ങോട്ടേക്ക് ഉപകരിക്കുകയുള്ളൂ, അല്ലേ? ചെറിയ കാര്യമല്ല അത്. നമ്മളൊന്നും ആലോചിക്കാറില്ല എന്ന് മാത്രം. ചെറിയ കാര്യമല്ല. ജനാധിപത്യ കാലത്ത് ഭൂരിപക്ഷത്തിനാണല്ലോ ശക്തി. അതിൽ നിങ്ങൾക്ക് ആർക്കും എതിരഭിപ്രായം ഉണ്ടാവാനിടയില്ല. ഭൂരിപക്ഷത്തിനാണ് ശക്തി. അനീതികളെ വളരെ അഭിമാനത്തോടുകൂടി ആസ്വദിച്ച് അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥ, അത്തരം മാനസികാവസ്ഥ സ്വായത്തമാക്കിയിട്ടുള്ള ഒരു ജനതയാണ് ഇന്ന് കേരളത്തിൽ ഭൂരിപക്ഷമായിരിക്കുന്നത്. ഈ ഗ്യാസ് ലൈറ്റിംഗ് സിൻഡ്രോം ബാധിച്ചവരും ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിൽ ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയവരുമായിട്ടുള്ള ആളുകൾ മഹാഭൂരിപക്ഷമാകുന്ന ഒരു സമൂഹത്തിൽ ആദർശധീരന്മാർ അധിക്ഷേപിക്കപ്പെടുകയും അവഗണിക്കപ്പെടുകയും അപ്രസക്തരാക്കപ്പെടുകയും ചെയ്യും. അർപ്പിത ബുദ്ധരുടെ അതിജീവനം മുട്ടിച്ചിരിക്കും. സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്ന അനീതികൾക്ക് നേരെ പോരാടാൻ അയാൾക്കൊപ്പം സമൂഹം നിൽക്കുന്നില്ല എന്ന് കാണുമ്പോൾ സ്വാഭാവികമായും നന്മയുള്ള ഉദ്യോഗസ്ഥരും പിണിയാളന്മാരായി സ്വന്തം സുരക്ഷ തേടിപ്പോകും. അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. പിഴവ് നമ്മളുടെയാണ്, പ്രബുദ്ധ സമൂഹത്തിൻ്റെയാണ്.
ഒരു 10 ഉദ്യോഗസ്ഥരുള്ള സർക്കാർ ഓഫീസിൽ 8 പേരും അഴിമതിക്കാരായിട്ടുള്ള പിണിയാളന്മാരായാൽ ആദർശധീരരായിട്ടുള്ള മറ്റ് 2 ഉദ്യോഗസ്ഥരുടെ കർമ്മജീവിതം അതിഭയങ്കരമായിട്ടുള്ള അപകടത്തിലാകുമെന്ന് മാത്രം കൂട്ടിയാൽ പോരെ? മതി. അതാണ് സത്യം. അവരെ രക്ഷിക്കാൻ അവർക്ക് മുന്നിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ, ഒരൊറ്റ വഴി. ഭൂരിപക്ഷത്തെ അംഗീകരിക്കുക എന്ന് പറയുന്ന ജനാധിപത്യ മര്യാദ ശീലമാക്കുക, സ്വഭാവത്തിൻ്റെ ഭാഗമാക്കുക, അഴിമതി ആചരിക്കുന്ന പിണിയാളന്മാരായി സ്വയം മാറുക. അതേ ഉള്ളൂ അവർക്ക് മുന്നിലുള്ള വഴി. സത്യവും ധർമ്മവും നീതിയും ന്യായവും ഒക്കെ നാവുകൊണ്ട് നാടാകെ വിതറുന്നതിലൊട്ടും തന്നെ പിശകില്ല. പക്ഷേ അതൊന്നും സ്വന്തം ചെയ്തികളിൽ ഒരിക്കലും പുരളരുത്. സമൂഹത്തിന്റെ സമസ്ത രംഗത്തും ബഹുമാനപ്പെട്ട തസ്കരന്മാർ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞുവെന്നതാണ് സത്യം, പച്ചസത്യം. സാമൂഹ്യ മാധ്യമങ്ങളുടെ വരവോടുകൂടി എവിടെയും കാണപ്പെട്ട ദൈവങ്ങളായി മാറാൻ കള്ളന്മാർക്ക് വളരെ നിഷ്പ്രയാസം സാധിച്ചു. സ്റ്റോക്ക്ഹോം സിൻഡ്രോം ബാധിച്ചവരെ കൊണ്ട് പ്രബുദ്ധ കേരളം നിറഞ്ഞുപോയതിനാൽ തങ്ങളെ സമൂലം വഞ്ചിക്കുന്നവരോട് വളരെ വിധേയപ്പെട്ട് കഴിയാൻ മലയാളികൾക്ക് സന്തോഷത്തോടെ സാധിക്കുന്നുണ്ട്. ഓരോ അനീതിയും തങ്ങളുടെ അവകാശമായി അവർ ധരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ അനീതികളും തങ്ങളുടെ അവകാശമാണെന്ന് മലയാളികൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഈ സ്റ്റോക്ക്ഹോം സിൻഡ്രോമിന്റെ ഉപദ്രവമില്ലാത്ത ആരെങ്കിലും നിങ്ങളൊക്കെ വഞ്ചിക്കപ്പെടുകയാണെന്ന് പറഞ്ഞു പോയാൽ, സമൂഹത്തോട് അങ്ങനെ പറഞ്ഞു പോയാൽ, അയാളെ സമൂഹം അധിക്ഷേപിച്ചും അവഗണിച്ചും അവശരാക്കി വിടും. ഈ പോങ്ങന് തന്നെ കൃത്യമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാനൊന്ന് പറയാം. അതായത് ഇത് പൊങ്ങച്ചൻ പറയുകയാണെന്നും എന്നിലൂടെ കാര്യങ്ങൾ പറയുകയാണെന്നും പറഞ്ഞുകൊണ്ട് ചില ക്ലാപ്പന്മാർ വരും. അത് പറയരുത്. കാരണം ഞാനിവിടെ പറയുന്നത് എൻ്റെ കാഴ്ചയിലൂടെയും അനുഭവത്തിലൂടെയും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹത്തെക്കുറിച്ചാണ്. അതുകൊണ്ട് എൻ്റെ സംസാരങ്ങളിൽ അല്പമൊക്കെ ഞാൻ കലർന്നിരിക്കും. അത്രയ്ക്കും മുഷിപ്പുള്ള ഞാൻമാർ ഈ കാഴ്ചകളും കേൾവികളും മതിയാക്കി പൊയ്ക്കോ. അപ്പോൾ പൊങ്ങച്ചമാണ് എന്ന് പറയരുത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഹൈന്ദവ സഹോദരങ്ങളെ വെറും നാണ്യമൃഗങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ചിലരെ പറ്റിയൊക്കെ അബദ്ധവശാൽ പോങ്ങനൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. നല്ല മധുരമുള്ള ഒരു പ്രത്യേക തരം ധർമ്മരസഗുള ഉണ്ടാക്കി ഹൈന്ദവരെ ഊട്ടിയാണ് വിദ്വാൻമാർ അവരെ നാണ്യമൃഗങ്ങളാക്കുന്നത്. ആത്മാർത്ഥതയില്ല, സ്നേഹമില്ല, സാഹോദര്യമില്ല. ആകെ ഉള്ളത് ഇത് നല്ല വിളവ് എടുക്കാൻ പറ്റുന്ന ഒരു ഭൂമികയാണ് എന്ന് മനസ്സിലാക്കി ഹൈന്ദവരെ ഒന്ന് സന്തോഷിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് പലതും ഉണ്ടാക്കിയെടുക്കാം, നേടിയെടുക്കാം. ഇവിടെ എനിക്ക് കേസയില്ല, ഉള്ളവർക്ക് നേടിയെടുക്കാം എന്ന് പറയുന്ന ഒരു വിചാരത്തോടുകൂടി ഹൈന്ദവരെ വെറും വിഡ്ഢികളായി കണക്കാക്കിക്കൊണ്ട് അവരെ നാണ്യമൃഗങ്ങളാക്കി മാറ്റുന്ന മനുഷ്യരെ കണ്ടപ്പോൾ പോങ്ങൻ ചിലത് പറഞ്ഞുപോയി. അതായത് ഈ സത്യം, ധർമ്മം, നീതി, ന്യായം എന്നിവ 4 കൂടി നാവുകൊണ്ട് അങ്ങോട്ടേക്ക് നല്ലോണം പൊടിച്ചെടുക്കും. എന്നിട്ട് അതിലേക്ക് ദേശീയതയും ഹൈന്ദവതയും സമാസമം ചേർത്ത് ശരിക്കങ്ങോട്ട് കുഴച്ചുരുട്ടും. ശേഷം പാകത്തിന് കുറുകും വിധം ഭാരതീയ സംസ്കാരം കൊണ്ട് പാനി കാച്ചി അതിലേക്ക് ഈ ഉരുളകൾ, നേരത്തെ ഉണ്ടാക്കിയിട്ട് വെച്ചിരിക്കുന്ന ഉരുളകൾ അങ്ങോട്ട് എടുത്തിടും. പിന്നെ സമയാസമയം നാവ് കൊണ്ട് കോരി അവരത് ഹൈന്ദവരുടെ കാതുകൾക്ക് വിളമ്പും. ഹൈന്ദവർ ഒറ്റക്കെട്ടായി ഇപ്പോൾ ആ വേന്ദ്രന്മാരിൽ ആസക്തരായിരിക്കുകയാണ്. അവരുടെ സത്യധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സനാതന വായ്ത്താരികൾക്ക് ഇരപ്പെട്ടിട്ടില്ല എങ്കിൽ ഹരിത കേരളത്തിലെ ഹൈന്ദവർക്ക് മോഹഭംഗവും മനം പിരട്ടലുമൊക്കെ വരുമെന്ന നിലയിലായി കാര്യങ്ങൾ അങ്ങനെ എത്തി. ഇവരൊന്നും ജനിക്കാൻ തയ്യാറായില്ലായിരുന്നുവെങ്കിൽ ഹൈന്ദവർ പെട്ടുപോയേനെ എന്ന് പറയുന്ന വേവലാതിയോടുകൂടി അവന്മാരുടെ കുണ്ടിയെടുത്ത് തലയിലോട്ട് വെച്ചിട്ട് അങ്ങ് ചുമക്കുകയാണ്. ആ നായിൻ്റെ മക്കൾ ഇവന്മാരുടെ തോളത്ത് ചവിട്ടി സമൂഹത്തിന്റെ മേളിൽ കയറി ഇങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ വിഡ്ഢികളായിട്ടുള്ള ഒരു ജന്തുക്കളായി ഹിന്ദുക്കൾ മാറിപ്പോയല്ലോ എന്ന് പറയുന്ന ഇപ്പൊ തന്നെ ഇത്രയും പറഞ്ഞതിന്റെ പേരിൽ കുറെ എണ്ണം വരും എന്നെ തളകെ വിളിക്കാൻ. എന്നാലും ഞാൻ പറയാണ്, അയ്യോ ഇങ്ങനെ പൊട്ടന്മാരാവരുത്. അപ്പോൾ ഇങ്ങനെ ഇതെല്ലാം കാണുന്നതിലുള്ള സങ്കടം കൊണ്ടുപോകാനെന്ന് പറഞ്ഞു പോയി. അങ്ങനെ വലിയ സങ്കടം തോന്നി. എനിക്ക് സ്റ്റോക്ക്ഹോം സിൻഡ്രോം ഇല്ലാത്തത് കൊണ്ടും ഞാൻ ഈ ലേൺഡ് ഹെൽപ്ലെസ്നെസ്സിൽ ബിരുദാനന്തര ബിരുദമൊന്നും എടുക്കാത്തത് കൊണ്ടും ഒട്ടും തന്നെ വിധേയത്വ ബുദ്ധി കൂടാതെ ഹൈന്ദവരെ നാണ്യമൃഗങ്ങളാക്കുന്നവർക്കെതിരെ കരുതലെടുക്കുന്നത് നന്നാവുമെന്ന മട്ടിൽ ശകലം വർത്തമാനം ഹിന്ദുക്കളോടായി ഒന്ന് പറഞ്ഞുപോയി. പ്രബുദ്ധ ഹൈന്ദവർ, അതായത് പോങ്ങ പ്രേക്ഷകരിൽപ്പെട്ട പ്രബുദ്ധ ഹൈന്ദവർ ഒറ്റക്കെട്ടായി
എനിക്ക് നേരെ തിരിഞ്ഞു. നിന്നെ ഞങ്ങൾ കൂമ്പാള ഉടുപ്പിക്കില്ല എന്നുള്ള മട്ടിൽ സനാതന ധർമ്മത്തെ രക്ഷിക്കാൻ മാത്രം അവതരിച്ചിരിക്കുന്ന ഞങ്ങളുടെ അവതാര പുരുഷന്മാരെ വിമർശിക്കുന്നോടാ പോങ്ങാന്ന് പറഞ്ഞുകൊണ്ട് അവരെനിക്ക് നേരെ ആക്രോശിച്ചു. എന്റെ കൊരവിള്ളി തപ്പി വന്നു. എനിക്ക് മുഴുത്ത അസൂയാണെന്ന് വരെ അവർ പറഞ്ഞു കളഞ്ഞു. എനിക്ക് മുഴുത്ത അസൂയാണെന്ന്, ഈ ക്നാപ്പന്മാരോട് എനിക്ക് അസൂയാണെന്ന്, ഈ അഹങ്കാരിയായ പൊങ്ങച്ചക്കാരനായ എനിക്ക് ഈ ഉണ്ണാക്കന്മാരോട് അസൂയാണെന്നും, സമയവും സൗകര്യവും ഉണ്ടെങ്കിൽ വേണമെങ്കിൽ അവരെന്നോട് അസൂയപ്പെട്ടോട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്ന, അങ്ങനെ അഹങ്കരിക്കുന്നവനാണ് ഈ പോങ്ങൻ എന്നുള്ള കാര്യം ഈ വിഡ്ഢികൾക്ക് മനസ്സിലാവുന്നില്ല. അവരോട് അസൂയപ്പെടേണ്ട യാതൊരു സൈദ്ധാന്തിക പാപ്പരത്വവും നിലവിൽ പോങ്ങനില്ല. പ്രബുദ്ധ കേരളത്തിൽ തലയ്ക്ക് വെളിവോടുകൂടി ജീവിക്കേണ്ടി വരുന്ന ചില പോങ്ങന്മാർ അവരുടെ പ്രിയം പോങ്ങന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് അവരോട് ആരോടും അസൂയ തോന്നേണ്ട കാര്യമില്ല. അസൂയയല്ല, ആത്മാർത്ഥതയാണ് എൻ്റെ അസുഖമെന്ന് മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയില്ല. അതിനുള്ള ഒരു ധിഷണാശേഷി അവരുടെ മസ്തിഷ്കത്തിൽ അവശേഷിപ്പിക്കാൻ പ്രകൃതിക്ക് പറ്റാതെ പോയി. അത് പ്രകൃതിയുടെ കുറ്റം. പോങ്ങൻ തങ്ങളെപ്പറ്റി പറയുന്നത് ശരിയാണെന്ന് പക്ഷേ എൻ്റെ വിമർശനങ്ങൾക്ക് ഇരപ്പെടുന്നവർക്ക് മനസ്സിലാവുമെന്നത് അതുമാത്രമാണ് വാസ്തവത്തിലെ ഏക ആശ്വാസം. അവൻ പോങ്ങനാണെങ്കിലും ഞങ്ങളുടെയൊക്കെ ഉള്ളിലിരിപ്പവൻ മനസ്സിലാക്കി കളഞ്ഞു എന്ന് പറയുന്ന ഒരു വിചാരത്തോടു കൂടി അവരെന്നെ സമീപിക്കുകയുള്ളൂ. അതെനിക്ക് നല്ല നിശ്ചയമുണ്ട്. അതെന്തായാലും ഈ സമൂഹം പൂർണ്ണമായും തസ്കരാധിപത്യത്തിന് കീഴിലായി കഴിഞ്ഞു എന്നുള്ളത് വാസ്തവമാണ്. ഏത് രംഗത്തും തലപ്പത്തായി പ്രവർത്തിക്കുന്ന തസ്കരന്മാർ പരസ്യമായി പരസ്പരം പടവെട്ടുമെങ്കിൽ പോലും രഹസ്യമായി സാഹോദര്യ സഹകരണങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. പാവപ്പെട്ട മനുഷ്യരെ പറ്റിക്കാൻ വേണ്ടി പരസ്പരം പടവെട്ടും. എന്നാലും തസ്കരന്മാർ എപ്പോഴും ഒന്നാണ്. അതുകൊണ്ട് തസ്കരാധിപത്യത്തിൽ നിന്നും കേരളം ഇനി രക്ഷപ്പെടണമെങ്കിൽ കുറഞ്ഞതൊരു 2-3 തലമുറയെങ്കിലും കഴിയണം. നമ്മളൊക്കെ ചാത്ത് ചീഞ്ഞ് അഴുകി മണ്ണോട് ചേർന്ന് അങ്ങ് ഇല്ലാതായി ഒരു കാലങ്ങൾ കുറെ കഴിഞ്ഞ് പുതിയൊരു തലമുറ വരുമ്പോൾ അവരുടെ തലയിലെങ്ങാനും ബോധമുണ്ടായി വന്നാൽ മാത്രമേ നമ്മുടെ കേരളം ഇനി രക്ഷപ്പെടൂ. എന്തായാലും കേരളത്തെ ചോരളമാക്കിയ, അതായത് ചോരക്കൊതിയരായിട്ടുള്ള ചോരന്മാരുടെ അളമാക്കി മാറ്റിയിട്ടുള്ള തലമുറയായി ചരിത്രം നമ്മുടെ തലമുറയെ അടയാളപ്പെടുത്തുമെന്ന് പറയുന്ന കാര്യത്തിൽ പോങ്ങനൊട്ടും തന്നെ സംശയമില്ല. എന്തായാലും ഈ പോങ്ങൻ ആ ചരിത്രത്തിന്റെ ഭാഗമാകാതെ ചാരമായി ഒതുങ്ങി അങ്ങോട്ടേക്ക് തീരുകയുള്ളൂ എന്ന് പറയുന്ന വിചാരത്തോടു കൂടിയാണ് ഞാൻ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ ചരിത്രത്തിന്റെ ഭാഗമാകാൻ താല്പര്യമില്ല. കേരളത്തെ ചോരളമാക്കാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു സംഭാവനയും ഉണ്ടായിട്ടില്ല. ഒരു നാവടിയും ഒരു വാക്കുകൊണ്ട് പോലും ഞാൻ അതിലേക്ക് ഒരു സംഭാവനയും പകർന്നിട്ടില്ല. ഇത്രയും പറഞ്ഞതിന് പിന്നിൽ തീർച്ചയായിട്ടും ഒരൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ്. നിങ്ങളെയൊക്കെ പരമാവധി അളവിൽ മുഷിപ്പിക്കുക. കണ്ടമാനം വിരസത പകർന്നുകൊണ്ട് നിങ്ങളുടെ ആ സ്റ്റോക്ക്ഹോം സിൻഡ്രോം കെടുതികൾക്ക് അല്പം ആദരം പകരുക. അതുവഴി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന കെടുതികൾക്ക് ഒരു അല്പം ഇളവ് പകരുക. അതുമാത്രമേ പോങ്ങന്റെ ഉദ്ദേശത്തിലുണ്ടായിരുന്നുള്ളൂ. ചില ശാപം അല്ലെങ്കിൽ ചില ശിക്ഷ അത് ഗുണം ചെയ്യും. അതുപോലെ പോങ്ങന്റെ ഈ വിരസത, പോങ്ങൻ പകർന്ന ഈ വിരസത നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലും നിലയിലുള്ള ഒരു പ്രയോജനം ചെയ്യും. ഇനി വളരെ സാധാരണക്കാരായിട്ടുള്ള ഹൈന്ദവ ഭക്തരോട് ഒരു ചെറിയ കാര്യം പറഞ്ഞിട്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിച്ചോളാം. എത്രത്തോളം വ്യക്തിഗുണങ്ങളും നന്മകളും ഒക്കെ ഉണ്ടായാൽ പോലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ പൊതുസമൂഹത്തെ എങ്ങനെയാണ് ഇക്കാലത്ത് ബാധിക്കുന്നതെന്ന കാര്യം പോങ്ങൻ ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അല്ലേ? സമൂഹത്തിലെ ഒരു സാധാ പൗരന് നൽകുന്നതിനേക്കാൾ മികച്ച ആദരവും പരിഗണനയും സർക്കാർ ഓഫീസുകളിലെത്തുന്ന, സർക്കാർ കളിച്ചു വച്ചിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തകർക്ക് നൽകാൻ ഇക്കാലത്തെ സർക്കാർ ഉദ്യോഗസ്ഥർ വളരെ ബാധ്യസ്ഥരാണല്ലേ? പോങ്ങന്റെ അഭിപ്രായത്തിൽ നമ്മുടെ ചില ഈശ്വരന്മാരും ഈശ്വരികളുമൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സമമാണ് കേട്ടോ. അതായത് ഭക്തരുടെ പ്രശ്നങ്ങൾക്ക് ദേവസ്വം ക്ഷേത്രങ്ങളിലൂടെ പരിഹാരം പകരുന്ന ദൈവങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തുല്യമാണ്. അവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സമമാണ് അത്തരം ദൈവങ്ങൾ. അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം. മികച്ച പരിഗണനകളും പരിചരണങ്ങളും നോക്കിക്കൊണ്ട് രോഗികൾ സ്വകാര്യ ആശുപത്രികളുടെ സേവനം തേടുന്നത് പോലെ ഹൈന്ദവർ സ്വകാര്യ ക്ഷേത്രങ്ങളിൽ പ്രാക്ടീസ് ചെയ്യുന്ന ദൈവങ്ങളെ ഭക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്കായി ആശ്രയിക്കുന്നതാണ് തൽക്കാലം ബുദ്ധി. അതുപോലെ ക്ഷേത്രങ്ങളിൽ സ്വർണവും പണവും ഒക്കെ സംഭാവന ചെയ്യുന്ന വലിയ ധനികരുണ്ടല്ലോ, ലക്ഷപ്രഭുക്കൾ, കോടീശ്വരന്മാർ. അവരുടെ കൈവശമിരിക്കുന്ന സ്വർണവും പണവുമൊക്കെ സമുദായത്തിലെ പാവപ്പെട്ട മനുഷ്യരുടെ പരാധീനതകൾ പരിഹരിക്കാനായി
വിനിയോഗിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ സമർപ്പിച്ചതിനേക്കാൾ പുണ്യം ഭഗവാൻമാർ അവർക്ക് നൽകും. ഈ ഭണ്ഡാരത്തിൽ കാണിക്കയിടുന്നതിന് പകരം അത് സ്വകാര്യ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് ഉപകരിക്കുന്ന വിധം പ്രയോജനപ്പെടുത്തുന്നതാണ് നല്ലത്. ക്ഷേത്രങ്ങളുടെ നടത്തിപ്പും സംരക്ഷണവും ഒക്കെ ഭക്തരുടെ മാത്രം ബാധ്യതയാവണം. മലയാളികളായ നമുക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്, ഒരു സ്വഭാവ വൈകൃതം എന്ന് പറയാവുന്ന ഒരു സവിശേഷത. അതായത് കനത്താസനം താങ്ങികളാണ് നമ്മൾ മലയാളികൾ. അതുപോലൊരു പ്രവൃത്തി, അതായത് കനത്താസനം നോക്കി ആളുകളെ ആദരിക്കുന്നതിന് തുല്യമായ അല്പത്തരമാണ് ഭക്തജന സമ്പത്തും നടവരവും ഒക്കെ നോക്കി മുന്തിയ ക്ഷേത്രങ്ങളിലെ ഈശ്വരന്മാരെ തിരഞ്ഞുപിടിച്ച് ദർശിക്കാൻ ഭക്തർ കാണിക്കുന്ന ഉത്സാഹം. എന്തായാലും സകല ഭക്തരുടെയും മണ്ടയിൽ സാമാന്യ ബോധം കാണിക്കയായി സമർപ്പിക്കുന്ന ഒരു പതിവ് നമ്മുടെ ഈശ്വരന്മാരും ഈശ്വരികളും ഒക്കെ തുടങ്ങേണ്ടതായ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന് പറയുന്ന ഒരു വിചാരം തീർച്ചയായിട്ടും ഈ പൊങ്ങനുണ്ട്. എനിക്ക് വളരെ അടുത്തു പരിചയമുള്ള എൻ്റെ ആത്മമിത്രങ്ങളിൽ നിന്ന് എനിക്ക് കാണാൻ കഴിയുന്ന തരത്തിലുള്ള കുറച്ചധികം ദൈവങ്ങൾ എൻ്റെ ഒപ്പമുണ്ട്. ഞാൻ അവരോടൊക്കെ ഇങ്ങനെ ശുപാർശ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, അഭ്യർത്ഥനയായി ഇങ്ങനെ നടത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ നിങ്ങളുടെ ഭക്തർക്ക് അല്പം സാമാന്യ ബോധം കാണിക്കയായി അവരുടെ തിരുമണ്ടയിലൂടെ അവരുടെ അങ്ങ് ഇട്ടുകൊടുക്കണം, മസ്തിഷ്കത്തിലേക്ക് സമർപ്പിക്കണം, കാണിക്കയായി കുറച്ച് സാമാന്യ ബോധം സമർപ്പിക്കണം എന്ന് പറയുന്ന ഒരു അഭ്യർത്ഥന, ഒരു ആവശ്യം ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള ചില ദൈവങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെയൊക്കെ ഈ ഭക്തി അത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെയും മറ്റ് കൗശല ബുദ്ധരുടെയും ഒക്കെ കീശയ്ക്ക് ഭാരമാകാതെ നോക്കാനുള്ള ബുദ്ധി അത് തീർച്ചയായിട്ടും ഹൈന്ദവർ പ്രകടിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കുമെന്ന് പറയുന്ന ഒരു അഭിപ്രായം കൂടി പങ്കുവെച്ചുകൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലെ ഇനി അങ്ങോട്ടേക്ക് വിരസത പകരാൻ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതൊടുക്കത്തെ വിരസത പകരലാണ്. നിങ്ങളായി നിങ്ങളുടെ പാടായി എന്ന് പറയുന്ന ഒരു മനോഭാവത്തോടു കൂടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ട് എങ്കിൽ ദയവായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് പറ്റിയ ചാനലല്ല. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് അബദ്ധം പറ്റിയ സജ്ജനങ്ങൾക്ക് പറ്റിയ അബദ്ധം തിരുത്താനുള്ള ഒരു അനുവാദം പൊങ്ങൻ നൽകിയിരിക്കുന്നു. അഹങ്കാരിയായിട്ടുള്ള പൊങ്ങച്ചക്കാരനായിട്ടുള്ള ഈ മുത്തുപൊങ്ങൻ നൽകിയിരിക്കുന്നു. നിങ്ങൾക്കെല്ലാം അത്യാവശ്യം നല്ല നിലയ്ക്കുള്ള നന്മകൾ പൊങ്ങൻ നേരുകയാണ്. ജീവിതത്തിലുടനീളം സമൃദ്ധി കൊണ്ട് പൊറുതിമുട്ടാൻ നിങ്ങൾക്ക് ഇടവരട്ടെ. സമ്പത്ത് കൊണ്ട് നിങ്ങളുടെ ജീവിതം ചെകിടിക്കട്ടെ. സന്തോഷം മതിയായേ എന്ന് പറഞ്ഞ് വിലപിക്കുന്ന നിലയിലുള്ള അത്ര അപാരമായ നിലയിൽ സന്തോഷം നിങ്ങളെ പൊറുതിമുട്ടിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തെ പൊറുതിമുട്ടിക്കട്ടെ. എല്ലാ നിലയിലും നിങ്ങൾ ഗംഭീരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിത്വങ്ങളായി മാറട്ടെ. സ്നേഹം, നന്മകൾ.